എല്ലാവരെയും ഞാൻ ഈ ഒരു നമ്മുടെ ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, സോ ഇനി എനിക്ക് നിങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. നിങ്ങൾ പറയുന്നതനുസരിച്ചാണ് ഏത് രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്നത് എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ പറയുന്ന ഉത്തരം അനുസരിച്ചാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറയുമോ, നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ട് PSC എഴുതാൻ പോകുന്നവരാണോ, അതോ PSC ഇതിനു മുന്നേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണോ, അല്ലെങ്കിൽ ലാസ്റ്റ് നടന്ന LDC എഴുതിയിട്ടുള്ളവരാണോ? എന്താണ്? അതിനെല്ലാം മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കട്ടെ, എല്ലാവരും അപ്ലൈ ചെയ്തോ? അപ്ലൈ ചെയ്ത് റെഡി ആയിരിക്കുന്നവരാണോ, അതോ ഇപ്പോഴും അപ്ലൈ ചെയ്യണോ വേണ്ടയോ, നമ്മളെ കൊണ്ടിത് പറ്റുമോ, ഈ ഡൗട്ടിലുള്ള ആരെങ്കിലും ഉണ്ടോ? നിങ്ങളൊന്ന് വേഗം പറഞ്ഞേ. ഫസ്റ്റ് ടൈം വരുന്ന ആളുകളുണ്ട്, അപ്ലൈ ചെയ്തു. വെരി ഗുഡ്. ഫാരിസ എന്നാണെന്ന് തോന്നുന്നല്ലേ പേര്, ഞാൻ എത്ര അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല, ബട്ട് സ്റ്റിൽ അപ്ലൈ ചെയ്തു. അപ്ലൈഡ്, വെരി ഗുഡ്. എല്ലാവരും അപ്ലൈ ചെയ്ത ആളുകളാണ്. അപ്പം എഴുതണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു കൺഫ്യൂഷനും ഇല്ല. എഴുതണം, റാങ്ക് നേടണം അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്ലൈ ചെയ്തു എന്നുള്ളത് പറയുന്നുണ്ട്. പഠിച്ചിട്ടില്ല, പഠിക്കാനുള്ള സമയം നമുക്കുണ്ട്. നമ്മുടെ മുന്നിൽ 6 മാസം നല്ല നീണ്ട് വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഫാരിസ അല്ലേ? ഓക്കെ ഫാരിസ, വെരി ഗുഡ്. LDC ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആളുകളുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ PSCയിലേക്ക് തുടക്കക്കാരായിട്ടുള്ള ആളുകളുണ്ടല്ലേ, അല്ലെങ്കിൽ അപ്ലൈ ഇതിന് മുന്നേ എഴുതിയിട്ടുള്ളവരുണ്ടോ? അങ്ങനെ ഞാൻ ആരെയും കണ്ടില്ല. ഇതിന് മുന്നേ എഴുതിയ ആരെങ്കിലും ഉണ്ടോ? LDC ഇതിന് മുന്നേ അപ്ലൈ അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ള ആളുകൾ? അപ്ലൈ ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, യെസ്. ആര്യ ഉണ്ട്. നേരത്തെ എഴുതിയ ആളാണോ ആര്യ? 1 ടൈം എഴുതിയിട്ടുണ്ട് അല്ലെ? ലാവണ്യ. ഓക്കെ, ലാവണ്യൊക്കെ എഴുതിയിട്ടുണ്ട്. കുറച്ച് എഴുതിയ ആളുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വെബിനാറിൽ ഇപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളുടെ ഒരു ആളുകളെ കുറിച്ച് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, എഴുതിയവരുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ LDCക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവരാണ്. ഇനി ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വെച്ച് താമസിപ്പിക്കേണ്ട, ധൈര്യമായിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. LDC റാങ്ക് ലിസ്റ്റിൽ നമുക്ക് ഇടം നേടാം. ഓക്കെ, വെറുതെ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക എന്നുള്ളതല്ല, അഡ്വൈസ് കിട്ടത്തക്ക രീതിയിൽ ഒരു അടിപൊളി റാങ്കിൽ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ശ്രുതി. ഓക്കെ, ഞാനിവിടെ LDCയുടെ ടാസ്ക് മാനേജറാണ്. ഞാൻ LDCയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടാകും. ഓക്കെ, അപ്പം നിങ്ങളുടെ എന്ത് കാര്യത്തിനും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇനി ഞാൻ വെച്ച് താമസിപ്പിക്കുന്നില്ല. സമയം 8:05 കഴിഞ്ഞു. സമയം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണല്ലോ, നഷ്ടപ്പെടുത്താനുള്ളതല്ല. അപ്പോൾ വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മളുടെ മുന്നിലേക്ക് ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ് PSC. 2024 എന്ന ഒരു സുവർണ അവസരം. ഇതില് ഈ ഒരു വർഷത്തിൽ നമുക്ക് എങ്ങനെ റാങ്ക് നേടാം, വിജയിക്കാം, ഈ കാര്യമാണല്ലോ എല്ലാവർക്കും അറിയണ്ടേ. എങ്ങനെയാണ് നമ്മൾ LDCയിൽ റാങ്ക് നേടി അഡ്വൈസ് നമ്മുടെ കയ്യിൽ എത്താൻ പോകുന്നത്, ഈ ഒരു കാര്യം അറിയാൻ തന്നെയാണ് നിങ്ങൾ എല്ലാവരും എത്തിയിരിക്കുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ ഇന്നിവിടെ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ 2024 എന്ന വർഷത്തിൽ എങ്ങനെ നിങ്ങൾക്കത് നേടാം, ഈ ഒരു വർഷത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, വെറുതെ കുറച്ച് കാണാതെ പഠിച്ചിട്ട് പോയിട്ട് എന്താ പറയുക, നമ്മൾ ലാത്തിയടിച്ച് നടക്കാന്ന് പറയത്തില്ല, അങ്ങനെ നടന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്നതല്ല ഇനി നടക്കാൻ പോകുന്ന LDC. നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുക്കണം, സജ്ജരായേ പറ്റൂ. അപ്പൊ പ്രശ്നങ്ങളെ ഐഡന്റിഫൈ ചെയ്യണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്രശ്നമാണ്. ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു ഫാമിലിയും കാര്യങ്ങളുമായിട്ടൊക്കെ താമസിക്കുന്ന ആളാണ്. ഞാൻ അതിനോടൊപ്പം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്ത് പോകാന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലരുടെയും പ്രശ്നങ്ങൾ കുറേയൊക്കെ എനിക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇതിൽ വീട്ടമ്മമാരായിട്ടുള്ളവരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൈവറ്റ് ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നവരൊക്കെ ഉണ്ടോ? അങ്ങനെയുള്ള ക്രൗഡ് ഉണ്ടോ നമ്മുടെ കൂടെ? അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, എടുത്തു പറയണം. നിങ്ങളിപ്പം കുട്ടികളുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണല്ലോ ആ ഒരു ഉത്തരവാദിത്തം കൂടുതലായിട്ട് വരിക. ഞാനൊരു സ്ത്രീപക്ഷവാദിയായിട്ട് ഇതൊന്നും പറഞ്ഞു എന്നുള്ളതല്ല, പക്ഷേ എങ്കിലും ജോബുണ്ട്, വീട്ടമ്മയാണ്. അതെ, നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എനിക്കറിയാം, പ്രത്യേകിച്ച് സമയത്തിന്റെ കാര്യത്തിൽ അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ LDCക്ക് വേണ്ടുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ റാങ്ക് നേടാൻ എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ളതും ഞങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നതും എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് ഇന്നത്തെ ഈ ഒരു കാര്യത്തിൽ പറയും. ഓക്കെ, ഹൗസ് വൈഫ് ആയിട്ടുള്ള കുറെ ആളുകളുണ്ട്. വെരി ഗുഡ്, നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാലേ ഈ LDCയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ആ ഒരു ഡിറ്റർമിനേഷൻ ഉള്ളവർക്ക് കയറാൻ പറ്റും. അത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ
വീട്ടമ്മമാരിൽ നിന്ന് തന്നെയാണ്. ഹൗസ് വൈഫ് അവർക്കുള്ള ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞിൻ്റെ ഭാവി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെടാനും നമ്മൾ റെഡി ആവുമല്ലേ, ആ കഷ്ടപ്പെടാൻ റെഡി ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് നടത്തുന്നത് തന്നെ. ഇതിലേക്ക് വരുമ്പോൾ ആദ്യം ഞാൻ ഈ 2024 എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയാം. 2024 നമ്മൾ നോക്കണം, പൊതുവെ LDCയുടെ അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിക്കാൻ വിട്ടു, നിങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം ജില്ലയിലാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത്, അതോ കുറച്ച് ജില്ലയൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടോ? എങ്ങനെയാണ്? നിങ്ങളുടെ സ്വന്തം ജില്ലയിലാണോ അപ്ലൈ ചെയ്തേക്കുന്നത്? ആ കാര്യം ചോദിക്കാൻ ഞാൻ നേരത്തെ വിട്ടുപോയതാ. സ്വന്തം ജില്ലയിൽ തന്നെ അപ്ലൈ ചെയ്തവരാണോ? യെസ്, സ്വന്തം ജില്ലയിൽ തന്നെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നമ്മുടെ ഒരു ജോബ് ഓക്കെ, ഓഡിയോ സ്വിച്ച് ഓൺ ചെയ്യാൻ അറിയാതെ ഉണ്ടോ? സൂമിൽ താഴെ ഓക്കെ, നിങ്ങൾക്ക് സംസാരിക്കാനായിട്ടല്ല, ചാറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാൻ കേട്ടോ. അല്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. എന്താണ് അവിടെ പറഞ്ഞത്? സ്വന്തം ജില്ലയിൽ തന്നെ, എറണാകുളത്ത് നിന്നുള്ളതാണ് ആര്യ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഓഡിയോ ഇഷ്യൂസ് വേറെ പ്രശ്നമൊന്നും ഇല്ലയെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇങ്ങോട്ട് സംസാരിക്കാനുള്ള രീതിയിൽ നമ്മൾ ചെയ്തില്ല, നിങ്ങൾക്ക് ചാറ്റിൽ പറയാം, കാരണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ LDCയുടെ അപ്പോയിൻമെന്റ് കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 7000 തൊട്ട് 10000 വരെ വേക്കൻസിയാണ് ഒരു LDC റാങ്ക് ലിസ്റ്റിൽ നിന്ന്. ഓക്കെ, LDC റാങ്ക് ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഈ വേക്കൻസി ഫില്ല് ചെയ്ത് പോകുന്ന അഡ്വൈസ് കിട്ടുന്ന ഇത്ര ആളുകൾ വരും. പൊതുവെ ഇതാണ് ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളിൽ നടന്ന LDCയുടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മതി. 2013 പല ജില്ലകളിലായിട്ട് 41,000 ചില്ലുവാനും ആളുകൾ കയറിയിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിൽ വന്ന കാര്യം കേട്ടോ പറയുന്നത്, അഡ്വൈസ് കിട്ടിയവരുടെ കാര്യമല്ല പറയുന്നത്, റാങ്ക് ലിസ്റ്റിൽ വന്നതാണ്. 2016 36,000 ചില്ലുവാനും പേരെത്തി, 2019 23,000 പേരെത്തി. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഓരോ വർഷത്തിൽ ഇങ്ങനെ മാറി മാറി വരുമ്പോഴത്തേക്കും റാങ്ക് ലിസ്റ്റിലേക്ക് കയറുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറച്ച് കുറവ് സംഭവിക്കുന്നുണ്ട്. പക്ഷെ വേക്കൻസി ഫില്ല് ചെയ്യുന്നത് ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെ. അപ്പോൾ ഇത്രയും വലിയൊരു വേക്കൻസി ഫില്ല് ചെയ്ത രീതിയിൽ വേറെ എക്സാം ഒന്നും PSC നടത്തുന്നില്ല അല്ലെ. ഒരു 10,000 പേരെയൊക്കെ ഒരു നമ്മളെന്താ പറയുക ജോലി കൊടുക്കുന്ന വേറെ വലിയ എക്സാം ഒന്നും നടത്തുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേകത LDCക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ചാൻസ് ആണ് എന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം, 2024 ഒരു റാങ്ക് ലിസ്റ്റ് വന്നാൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 3 വർഷം വരെയാണ് ഒരു PSCയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പൊ 2024 നിങ്ങൾ ജോലിയിൽ കയറി റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വരുന്നെന്നുണ്ടെങ്കിലേ നമുക്ക് എത്ര 26, 27 വരെ നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ ആ ഒരു കാലാവധി ഉണ്ടാകും. 2026, 27 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ജോലിക്കാരിൽ നിന്ന് വലിയൊരു റിട്ടയർമെന്റ് നടക്കാൻ പോകണം. കുറെ ആളുകൾ അവരുടെ പ്രായമൊക്കെ കഴിഞ്ഞ് പതിയെ സർവീസിൽ നിന്ന് ഇറങ്ങാൻ പോവുക എന്നൊരു വലിയ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അതിനെ നിങ്ങൾ ചെറുതായി കാണേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല റാങ്കിൽ പെട്ടെന്ന് കയറി പോവുക. ഈ ഇവരുടെ റിട്ടയർമെന്റ് സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അടിപൊളിയായിട്ട് ജോലിയിൽ കയറാനായിട്ട് പറ്റും. ആ ഒരു കാര്യം നോക്കണം. അങ്ങനെ ഒരു റിട്ടയർമെന്റ് വരുന്നത് കൊണ്ട് തന്നെ നേരത്തെ ഉള്ളതിനേക്കാൾ ഒരു 30% കൂടുതൽ വേക്കൻസി ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 13,000 ആ ഒരു റേഞ്ചിലൊക്കെ ഈ പ്രാവശ്യം LDC റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആളെ വിളിക്കാനുള്ള വലിയൊരു സാധ്യതയുണ്ട് എന്നുള്ള മനസ്സിലാക്കണം. ഈ സാധ്യതയായിരിക്കണം നിങ്ങളുടെ മുന്നോട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ. അത്രയും സീരിയസ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാകും. പിന്നെ അടുത്തത് നമ്മളെല്ലാവരും ആവശ്യപ്പെട്ടതാണ് അല്ലെ, PSCയോട് നമുക്കൊരു സിംഗിൾ എക്സാം പാറ്റേൺ ആയിട്ട് വേണം, പ്രിലിംസോ മെയിൻസോ എന്ന രീതിയിലൊന്നും ആവശ്യമല്ല, നമുക്കൊരു സിംഗിൾ എക്സാം പാറ്റേൺ വേണം. PSC നമ്മൾ പറഞ്ഞത് കേട്ടു, നമുക്ക് സിംഗിൾ എക്സാം പാറ്റേണിൽ എക്സാം മാറ്റി തന്നിട്ട് ഇനി ഒരൊറ്റ പരീക്ഷയാണ് LDCക്ക് വരുന്നത്. പിന്നെ PSCക്ക് വന്നൊരു മാറ്റം എന്ന് പറയുന്നത്, കുറച്ച് വർഷം മുന്നേ നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുണ്ടാവും അല്ലേ, കുറേ അധികം PSC ഉദ്യോഗാർത്ഥികൾ കറിഞ്ഞ് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. റാങ്ക് ലിസ്റ്റിൽ കൃത്യമായിട്ട് ജോലി ലഭിക്കുന്നില്ല, റാങ്ക് ലിസ്റ്റ് വരുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. ചിലപ്പോൾ നിങ്ങളൊക്കെ ആ ഒരു സമയത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് കണ്ട് കേരളത്തിലെ ഓരോ ആളുകളും ശരിക്കും പറഞ്ഞാൽ ഓരോ PSC വിദ്യാർത്ഥിയുടെയും കണ്ണീര് കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മളും ചിലപ്പോൾ കുറേ പേരൊക്കെ ആ കൂട്ടത്തിൽ കരഞ്ഞവരും ആയിരിക്കാം. അതുകൊണ്ട് തന്നെ PSC പിന്നെ വലിയൊരു മാറ്റം കൊണ്ടുവന്നു. KSന് ശേഷം ഇങ്ങോട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചറപറ എക്സാമുകൾ നടക്കുന്നുണ്ട്, വേക്കൻസി ഫില്ല് ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? സൗണ്ട് കുറഞ്ഞു പോകുന്നുണ്ടോ രോഹിണി? അതുകൊണ്ടാണോ? അവിടുത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെങ്കിൽ ഒന്ന് നോക്കണം കേട്ടോ. ബാക്കി എല്ലാവർക്കും കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നതിൽ ക്ലാരിറ്റി കുറവ് എന്തെങ്കിലും ഉണ്ടോ?
ക്ലിയർ ആണ്? ഓക്കെ. അപ്പൊ രോഹിണി ഒന്ന് നോക്കിക്കോണേ, സൗണ്ട് അവിടുത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ ആവാനായിരിക്കും ചിലപ്പോൾ ഒരു കാര്യം, ഒന്ന് നോക്കിക്കോളാം. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം PSC കൊണ്ടുവന്നത് തന്നെ ഇനി വലിയ താമസമൊന്നും ഉണ്ടാവില്ല നമ്മുടെ കയ്യിലേക്ക് അഡ്വൈസ് എത്താനായിട്ട്. ആ കാര്യം കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് LDC എന്നുള്ളത്? ഇപ്പം നിങ്ങൾക്ക് എല്ലാവരും LDCയിലേക്ക് വരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റോക്കറ്റ് സയൻസോ സംഭവങ്ങളോ ഒന്നും അല്ല LDC. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സാധനം മാത്രമാണ്. ആ ഒരു പ്രതീക്ഷയിൽ നിന്ന് ഒരിക്കലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനായിട്ട് പാടില്ല. ഒരു 10th ലെവൽ എക്സാം ആണല്ലേ, നമ്മുടെ 10ാം ക്ലാസ് വരെയുള്ള SCRTയും കുറച്ച് കാര്യങ്ങളൂടെ ഒക്കെ പഠിച്ചാൽ നമുക്ക് LDC നേടാനായിട്ട് പറ്റും. അതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഈ ഒരു സമയത്തിനുള്ളിൽ അത് പഠിച്ചെടുക്കുക എന്നൊരു ഉത്തരവാദിത്തമാണ് നമ്മളുടെ മേൽ വരുന്നത്. ഓക്കെ. അപ്പം നമുക്ക് നേടാൻ പറ്റുന്ന കാര്യം മാത്രമാണ് കേട്ടോ PSC തന്നിരിക്കുന്നത്. അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് LDCയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കൽപ്പന ചേച്ചി പണ്ട് കൊടയൊക്കെ പിടിച്ച് UDC നടന്നു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? UDC ഓർമ്മയുണ്ടോ? കണ്ടിട്ടുണ്ടോ? അത് കൽപ്പന ചേച്ചിയുടെ UDC കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലയോ നിങ്ങളാരും? ഉണ്ടല്ലേ? അപ്പോൾ LDC പിന്നെ നമ്മൾ UDC ആകുന്നു. അങ്ങനെ നമ്മൾ പതിയെ പതിയെ കരിയറിൽ വളരുന്നു. നമുക്കൊരു ഒന്നുമില്ലെങ്കിലും നമ്മളൊരു തഹസിൽദാർ പോസ്റ്റിലെങ്കിലും എത്തിയിട്ടേ നമ്മൾ റിട്ടയർഡ് ആകത്തുള്ളൂ. ഒരു ഗസറ്റഡ് പോസ്റ്റ് നമുക്ക് എന്തായാലും എത്താനായിട്ട് പറ്റും. നിങ്ങളൊരു 32 വയസ്സിനുള്ളിലൊക്കെ കയറുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറ്റും. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അന്ന് ആ സിനിമയിൽ കണ്ട UDCയുടെ പവറിന് മേലെയാണല്ലേ പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു തഹസിൽദാർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡെപ്യൂട്ടി കളക്ടർ വരെയൊക്കെ ആകാനുള്ള നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് മാറ്റങ്ങൾ വരും. എങ്കിൽ തന്നെയും കരിയറിൽ വളരാനുള്ളൊരു ഓപ്ഷൻ നല്ല പോലെ ഉള്ളതാണ് LDC എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ജില്ല ചൂസ് ചെയ്താണല്ലേ പരീക്ഷ എഴുതാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏത് ജില്ലയിലാണോ സെറ്റിൽ ആകേണ്ടത് അതിനനുസരിച്ച് തീർച്ചയായിട്ടും പറഞ്ഞു തരാം എങ്ങനെയാണ് നിങ്ങൾ സിലബസ് മനസ്സിലാക്കി പഠിക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് നമ്മളിത് പറയുന്നുണ്ടാകും. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയിടണം നമ്മുടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം നോക്കി നമുക്ക് ചൂസ് ചെയ്ത് ജോലിയിലേക്ക് കയറാൻ പറ്റും. ഒരു പ്രൊമോഷൻ കിട്ടുന്ന ആ ഒരു സമയം വരെ നിങ്ങൾ ഏത് ജില്ലയാണോ ചൂസ് ചെയ്ത് ആ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാം. പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ടി വന്നാലും ഇറ്റ്സ് ഫൈൻ. ഫ്യൂച്ചറിൽ എന്താ നടക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ. അങ്ങനെ ഒരു കാര്യം. പിന്നെ ഒരു ഡിഗ്രി ബിരുദം ആ ഒരു വരുന്ന ആളുകൾക്കൊക്കെ എഴുതാൻ പറ്റും എന്നുള്ളത്. പലർക്കും പല എക്സാമും പലതും ട്രൈ ചെയ്തിട്ട് കിട്ടാതിരിക്കുന്നവരൊക്കെ ഉണ്ടാകും. അവരെല്ലാം തന്നെ നമ്മൾ LDC ട്രൈ ഔട്ട് ചെയ്യാൻ റെഡി ആയിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്നുള്ളത്. ഇത് പറഞ്ഞപ്പോൾ അതിനകത്ത് ഒരു ചെറിയൊരു ഫാക്ടറുണ്ട്, ഞാനൊന്ന് പറഞ്ഞേക്കാം. നമ്മളെ LDCയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു KS വന്നാൽ നമ്മൾ എഴുതാൻ പോകുന്ന സ്ട്രീം 2-ലായിരിക്കും. വൺസ് നമ്മുടെ ആ ഒരു പ്രൊബേഷൻ പീരീഡ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതാൻ പോകുന്ന സ്ട്രീം 2-ലാണ്. അങ്ങനെ കുറച്ച് സാധ്യതകൾ ഫ്യൂച്ചറിൽ നമുക്കവിടെ കിടപ്പുണ്ട്. അപ്പൊ അതിന്റെ ഒരു കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അധികം ഞാൻ അതിലേക്ക് വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ പ്രായപരിധിയും കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പം അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നമുക്കത് നോക്കാം. ഇനി എങ്ങനെ തയ്യാറെടുക്കണം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇവിടെ വരുന്നുണ്ടല്ലേ. അതിലേക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പരീക്ഷയ്ക്ക് ഡിഗ്രി ലെവൽ ഉള്ള ആളുകൾ പരീക്ഷ എഴുതും, ഉറപ്പായിട്ടും അവർ എഴുതുന്നുണ്ടാകും. അതേപോലെ തന്നെ ഒറ്റ പരീക്ഷ ഒരു പരീക്ഷയാക്കി മാറ്റിയല്ലോ. തൊട്ടു മുന്നേ കുറച്ച് നാൾ നമ്മൾ പ്രിലിംസും മെയിൻസും ആയിട്ട് നടത്തി അല്ലെ? ഈ ഒരു ലെവൽ പരീക്ഷ പ്രിലിംസും മെയിൻസും ആയിട്ട് നടത്തി. പ്രിലിംസ് ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ്, മെയിൻസ് ഒരു അടുത്ത ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ്. കുറച്ച് മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. പ്രിപ്പറേഷൻ ചെയ്യുന്നതിൽ നമ്മൾ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് കടുംപിടുത്തം പിടിക്കേണ്ട ആവശ്യങ്ങൾ പലതും വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇനി പെട്ടെന്ന് ഇങ്ങനെ മാറിയപ്പോൾ എങ്ങനെ പഠിക്കും? ഒരു പ്രിലിംസ് ആണോ മെയിൻസ് ആണോ, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് പഠിക്കണോ, സിലബസ് ഇത്ര എങ്ങനെ കവർ ചെയ്യാൻ പറ്റും? അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് സംശയമുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് വേറെ എന്തൊക്കെയാണ് ഡൗട്ട്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഇവിടെ ഒന്ന് പറയാം. നമുക്കതെല്ലാം അഡ്രസ്സ് ചെയ്തു പോകാം. അതുപോലെ തന്നെ ഇനി പഠിക്കുമ്പം ഏത് ലെവലിൽ നിന്ന് പഠിക്കണം എന്നുള്ളത്, അതായത് ഫാക്ച്വൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കുക. ഈ റാങ്ക് ഫയൽ പഠിച്ചുകൊണ്ട് മാത്രം എന്നുള്ള രീതി അത് മാറ്റിവെക്കുക. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, അതിനി ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, അടുത്ത ലെവലിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഫാക്ച്വൽ ആയിട്ട് മാത്രം നമ്മൾ അഡ്രസ്സ് ചെയ്താൽ മതിയോ? കോൺസെപ്ച്വൽ ആയിട്ട് വരുമോ? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ചിലപ്പം പറ്റുമെങ്കിൽ വെറുതെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുക. പ്രിലിംസ് മെയിൻസ് എന്നൊരു പറഞ്ഞുതരാം, സോഴ്സും കാര്യങ്ങളും തീർച്ചയായിട്ടും പറഞ്ഞു തരാം. നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞത്? പ്രിലിംസും മെയിൻസും ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക. അതിനകത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം. അപ്പം PSC അത്ര ഉയർന്ന് നിന്ന് കേട്ടോ. അപ്പം നമ്മൾ അതിനനുസരിച്ച് അങ്ങോട്ട് ഉയർന്ന് വന്നോണം, എങ്കിലേ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഏത് രീതിയിൽ വേണം? ഇനിയിപ്പോൾ അഥവാ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണെങ്കിൽ തന്നെ കോൺസെപ്ച്വൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കോ, ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കോ, ഇങ്ങനെ പല രീതിയിലും നമുക്ക് കാര്യങ്ങളെ അനലൈസ് അല്ലെങ്കിൽ വിശകലനം ചെയ്ത് മനസ്സിലാക്കി തന്നെ വേണം
നമ്മൾ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഇവിടെ ഇട്ടേക്കാം. ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഇവിടെ ചാറ്റിൽ പറഞ്ഞേക്കാം. ഞാൻ അതിനനുസരിച്ച് ആൻസർ ചെയ്ത് വരാം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരെയും അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ ചലഞ്ചസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സിലബസ് എന്ന് പറയുന്ന ചലഞ്ച്, കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു ചലഞ്ച്, ആൻഡ് ആ ഒരു ഡൗട്ട് ഏത് ലെവലിൽ പ്രിപ്പയർ ചെയ്യണം, ഏത് ഡെപ്തിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കണം എന്നൊരു ഡൗട്ട്. ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് വരുന്ന ഒരു കാര്യം. പിന്നെ ഏതൊക്കെ സോഴ്സ് വേണം എന്നുള്ളൊരു കാര്യം വന്നിട്ടുണ്ട്. ഓക്കെ, ക്വാളിഫിക്കേഷന്റെ കാര്യത്തിൽ പിന്നെ ഒരു ഡൗട്ട് ചോദിച്ചാൽ ഇതെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും പഠിക്കാനുള്ള ആഗ്രഹമുണ്ട്. ഓക്കെ, എല്ലാവർക്കും പഠിക്കാനുള്ള ആഗ്രഹം വളരെയധികമുണ്ട്. റാങ്ക് നേടണം, അഡ്വൈസ് കൈ കിട്ടണം. ചിലപ്പോൾ നമ്മൾ ഉറക്കത്തിൽ നിന്നൊക്കെ ഞെട്ടി ഉണരുന്നത് തന്നെ ഈ അഡ്വൈസ് കൈ കിട്ടുന്ന സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കും അല്ലെ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് എല്ലാവരും പഠിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് കുറച്ച് പേര് മാത്രം ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുന്നത്? ആ ഒരു കാര്യം നമ്മളൊന്ന് അറിയണമല്ലോ. ഓക്കെ, പറഞ്ഞുതരാം. അപ്പം റാങ്ക് ലിസ്റ്റിൽ എന്തുകൊണ്ട് കുറച്ച് പേര് മാത്രം, ആ ടോപ്പേഴ്സ് അല്ലെങ്കിൽ ആ ടോപ്പിൽ വരുന്ന ആളുകൾ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ടാവും അല്ലെ. ചിലപ്പോൾ എല്ലാവരും അതൊന്നും പറഞ്ഞു തന്നു എന്ന് വരില്ല. കാരണം എല്ലാവരുടെയും ഈ കാര്യത്തിലൊക്കെ നമ്മളെല്ലാം കുറച്ച് സ്വാർത്ഥരാ അല്ലെ. മറ്റേ നമ്മുടെ 3 Idiots സിനിമയിൽ പറയുന്നത് പോലെ നമ്മൾ തോറ്റാൽ നമുക്ക് സങ്കടമാവും, പക്ഷെ നമ്മുടെ കൂട്ടുകാരൻ നല്ല രീതിയിൽ പാസ്സായാലുണ്ടല്ലോ അതിലേറെ സങ്കടം എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ. 3 Idiots സിനിമയിൽ അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്. ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ജോലിക്കൊക്കെ വേണ്ടിയിട്ട് നോക്കുമ്പോഴേ നമ്മളെല്ലാവരും കുറച്ചധികം സ്വാർത്ഥന്മാരായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ടോപ്പേഴ്സ് ഒന്നും അവരുടെ സ്ട്രാറ്റജി ഒന്നും കൃത്യമായിട്ട് പറഞ്ഞു തരത്തില്ല. അവർ പ്രിഫർ ചെയ്യുന്ന എല്ലാ സോഴ്സസും ഒന്നും നമുക്ക് പറഞ്ഞു തരത്തില്ല. പക്ഷേ ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് പൊസിഷനിലെത്താം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിൽ നിന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ്. പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ? വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? ഈ 6 മാസമുള്ള സമയം ഇപ്പം നിങ്ങൾക്കുള്ള ആവേശത്തിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞേ, അതായത് ഒരു വീട്ടമ്മയ്ക്കൊക്കെ ഉള്ള ഒരു ഫയർ ഉണ്ടല്ലോ. ഓരോ തവണ ആ കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ കാര്യം കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ഞാനത് അവരെ മാത്രമല്ല ഓരോ ആളുകൾക്ക് ആ ബുദ്ധിമുട്ടാണ് ശരിക്കും നമ്മുടെ ഫയർ എന്ന് പറയുന്നത് അല്ലേ. ചിലപ്പോൾ നമുക്ക് വീടില്ലാത്ത പ്രശ്നമായിരിക്കാം, നമുക്ക് മര്യാദയ്ക്ക് ഇലക്ട്രിസിറ്റി പ്രശ്നങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നിന്നുണ്ടാകുന്ന എല്ലാവർക്കും വളരെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലി സൗകര്യം ഒന്നും അല്ല, കുറേ അധികം ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി നോക്കിയിട്ട് രാത്രിയിൽ അത്രയും ക്ഷീണത്തോടിരുന്ന് പഠിക്കുന്നവരായിരിക്കാം. കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് അല്ലെ ഉണർന്നിരുന്ന് പഠിക്കേണ്ടി വരുന്നവരായിരിക്കാം. നമ്മൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ആ സാക്രിഫൈസിന് നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന സംഭവം കൃത്യമായിട്ട് പറഞ്ഞു തന്ന് പഠിപ്പിക്കാൻ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അതിനകത്ത് നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് എന്താണോ വേണ്ടുന്നത് കൃത്യമായിട്ട് നോട്ട് അടക്കം എല്ലാ സാധനങ്ങളും അവിടോട്ട് വെച്ച് തരും. നിങ്ങൾ അങ്ങ് പഠിച്ചോണം. ഞാൻ പറയല്ലോ, ഇപ്പൊ ഈ ഉള്ള ഫയർ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതിന് വേണ്ടിയിട്ട് ഒരു സിലബസ്, ഒരു ടോപ്പറിന്റെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ശരിക്കും പരീക്ഷയെ മനസ്സിലാക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. പരീക്ഷയെ മനസ്സിലാക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സിലബസ്. നമുക്ക് ഇതുവരെ സിലബസ് എത്തിയില്ല, പക്ഷേ പഠിച്ചു തുടങ്ങണമെങ്കിൽ സിലബസ് നമ്മളൊന്ന് കാണണം. ഏത് ലെവലിൽ വരെ സിലബസ് പോകാം, എവിടൊക്കെ ഞാൻ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം, സിലബസിൽ എന്തായാലും എടുത്ത് കളയാത്ത ഭാഗം ഏതായിരിക്കും എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മുൻകാല ചോദ്യങ്ങൾ, അതിനകത്ത് ഒരു കോംപ്രമൈസിന് നിൽക്കരുത് കേട്ടോ. മുൻകാല ചോദ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് കാണാതെ പഠിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം. ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ഓരോ ഭാഗങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ റിവൈസ് ചെയ്യുക, കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യുക. ഈ ടെസ്റ്റിന്റെ കാര്യത്തിലൊന്നും ഒരിക്കലും കോംപ്രമൈസ് ചെയ്ത്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കോംപ്രമൈസിന് നിങ്ങൾ തയ്യാറാവുകയേ ചെയ്യരുത്. അത് നിങ്ങളെ തന്നെ നിങ്ങൾ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് ഒരു സിലബസിന്റെ പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് ആയിട്ടുള്ള ഹാരിസ് സാർ ഇവിടെയുണ്ട്. അപ്പോൾ ഹാരിസിനെ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിക്കാം. ഹാരിസ് കൃത്യമായിട്ട് ഒരു ഭാഗം എങ്ങനെയാണ്, ഓക്കെ, PYQ എങ്ങനെ കിട്ടും, അയ്യോ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ.
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ 10th ലെവൽ നമ്മുടെ PSC വെബ്സൈറ്റിൽ തന്നെ 10th ലെവൽ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ വെറുതെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി 10th ലെവൽ ക്വസ്റ്റ്യൻസ് കിട്ടാനായിട്ട്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ക്ലാസ്സിലാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും ക്ലാസ്സിന്റെ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയെങ്കിൽ പിന്നെ അങ്ങോട്ട് പഠിക്കാൻ പറ്റും. അത് ചെയ്യും. അപ്പോൾ നമ്മളിപ്പം ഹാരിസ് സാറ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യും. ഹാരിസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് സിലബസിനെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യം പറഞ്ഞു തരും. 2024 കേരള PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വർഷമാണ് അല്ലേ. LDC ആണെങ്കിലും LST ആണെങ്കിലും നാളെ ഇതാ ഡിഗ്രി തല പരീക്ഷകളുടെ വിജ്ഞാപനമൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, നിങ്ങളൊരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് അല്ലേ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, അതൊരു ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ശരിക്കും സാധാരണയായിട്ട് നിങ്ങൾ സത്യസന്ധമായിട്ട് മറുപടി പറയണം. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടല്ലേ, കൈൻഡ് ഓഫ് PSC കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പം എൻ്റെ ഒരു ചോദ്യം, നിങ്ങൾ ഇപ്പോൾ വ്യക്തിഗതമായിട്ട് നിങ്ങളൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പം നിങ്ങൾ ആശ്രയിക്കുന്നത് എന്താണ്? ഒന്ന്, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പോകുന്ന സ്ഥാപനത്തിലെ ക്ലാസ്സുകളെ ആശ്രയിക്കും. 2, നിങ്ങൾ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന നോട്ടുകളാവട്ടെ, അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ലീഡിങ് ആയിട്ടുള്ള പബ്ലിക്കേഷൻസ് അല്ലേ, റാങ്ക് ഫയലിനെ ആശ്രയിക്കും. ഓക്കെ, സത്യ പറയുന്നു സിലബസിനെ മാത്രം ആശ്രയിച്ചാൽ, അല്ലെങ്കിൽ സിലബസാണ് ഞാൻ പറഞ്ഞു വരുന്നതിലേക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്സിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ റാങ്ക് ഫയലിനേക്കാൾ ഉപരി നിങ്ങൾ പരിഗണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണോ പരീക്ഷ, ആ പരീക്ഷയുടെ സിലബസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സിലബസ് അധിഷ്ഠിതമായിട്ട് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഈ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? ഞാൻ സിലബസ് മനസ്സിലാക്കിയാണ്, സിലബസിനെ ഹോണർ ചെയ്തുകൊണ്ടാണ്, സിലബസിനനുസരിച്ചിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ ചെയ്തിട്ടുള്ളത്. എത്ര പേരുണ്ട്? നോ ഐഡിയ സർ. എന്താണ് ജസീല ഉദ്ദേശിച്ചത്? സിലബസ് നോക്കാറില്ല. നിങ്ങൾ നേരെ ഒരു ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുന്നു, അല്ലെ ഒരു ക്ലാസ് വാങ്ങുന്നു, അല്ലെ ഒരു റാങ്ക് ഫയൽ വാങ്ങുന്നു, റൈറ്റ് അവേ പഠിച്ചു തുടങ്ങുന്നു അല്ലേ, ഇതുവരെ നോക്കിയിട്ടില്ല. അതൊരു പ്രശ്നമാണ്. ഇനി നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ ഒരു സിലബസ് കാണാം അല്ലേ. ഇത് LDC ആയിട്ട് ബന്ധപ്പെട്ട് 2 ഘട്ടമായിട്ട് LDC പരീക്ഷ നടന്ന സമയത്ത് പ്രിലിംസ് മെയിൻസ് എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് ഒറ്റ ഘട്ടമായിട്ടാണ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ LDCയുടെ സിലബസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ ഞാൻ പറയാൻ പോകുന്ന പോയിന്റ്, ഐ വോണ്ട് ടു മേക്ക് എ പോയിന്റ് വെരി ക്ലിയർലി. ഓക്കെ, ഇവിടെ കേരളത്തിന്റെ ഇത് സിലബസ് ആണ്. സിലബസിൽ ഒരു പോർഷൻ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, കേരളത്തിലെ നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ഉദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്. ഓക്കെ, സോ ഇതാണ് സിലബസ്. സിലബസിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നിങ്ങളുടെ LDC ചോദ്യ പേപ്പറിൽ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളിൽ നിന്ന് ചോദ്യം വരും, നദികളെയും കായലുകളെയും സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വരും, വൈദ്യുത പദ്ധതികളിൽ നിന്ന്, കേരളത്തിന്റെ വൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരും, കേരളത്തിലെ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും അല്ലേ. സോ ഇത്രയും കാര്യം കിട്ടി. പക്ഷെ ചോദ്യങ്ങൾ എങ്ങനെ വരും? എന്തൊക്കെയാണ് മത്സ്യബന്ധനത്തിൽ നിന്ന് എന്തൊക്കെ ചോദിക്കും? കേരള മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാം? ഓക്കെ, ഇതിവിടെ ഇത്തിരി താഴോട്ടായി പോയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളത് നിങ്ങളുടെ ഭാഷ പിടികിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഐ എം അബൌട്ട് ടു മേക്ക് എ പോയിന്റ്. ഓക്കെ, സിലബസ് ഉണ്ട് ഇവിടെ. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ സിലബസിനെ ആശ്രയിക്കും, അല്ലെങ്കിൽ സിലബസിനെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞു. സിലബസ് മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? സിലബസിൽ മത്സ്യബന്ധനമൊന്നുണ്ട്. മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പഠിക്കും? ഏതെങ്കിലും റാങ്ക് ഫയൽ എടുത്തങ്ങ് പഠിച്ചാൽ മതിയോ? മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടും സിലബസിനെ അടിസ്ഥാനമാക്കി മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ നിങ്ങൾ വിലയിരുത്തണം. ഓക്കെ, ഇപ്പൊ മത്സ്യബന്ധനം എന്നൊരു ടോപ്പിക്ക്, അല്ലെങ്കിൽ ഊർജോൽപാദനം എന്നൊരു ടോപ്പിക്ക്, കൃത്യമായിട്ട് അതാണ് ഞാനിവിടെ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അടുത്ത് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നാളിതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വിശകലനം ചെയ്ത് ഏതൊക്കെ ഡയമെൻഷനിൽ ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാം നിങ്ങളൊന്ന് ആലോചിച്ചേ. ഇപ്പൊ മത്സ്യബന്ധനം ഞാൻ എടുക്കുകയാണേ, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ കാണാമല്ലോ അല്ലെ. സി, ഫിഷറീസ് ഇൻ കേരളയിൽ നിന്ന് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വിലയിരുത്തുമ്പോൾ
കേരള കോസ്റ്റൽ ടോപ്പോഗ്രഫി, ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന മലയാളത്തിൽ പറഞ്ഞുതരാം. കേരളത്തിന്റെ തീരപ്രദേശവും അതിന്റെ ചരിത്ര പ്രാധാന്യവും. ഓക്കെ, അപ്പൊ നമുക്കറിയാം കേരളം എന്ന് പറയുന്ന ചെറിയ ഒരു പ്രദേശം അല്ലെ, നമ്മുടെ ചരിത്രാധീന കാലഘട്ടം തൊട്ട് തന്നെ വളരെ വലിയ ഒരു കൂട്ടം മനുഷ്യര് കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ചരിത്രമുണ്ട്. സംഘ കാലഘട്ടത്തിലെ കൃതികളിലൊക്കെ കേരളത്തിലെ തീരപ്രദേശത്തെക്കുറിച്ച് പരാമർശമുണ്ട്. മാത്രമല്ല LDCയിൽ ചോദിച്ചൊരു ചോദ്യമാണ്, നെയ്തൽ എന്ന് പറയുന്നത് ഏത് ഭൂവിഭാഗമാണ്? ഓക്കെ എന്നൊരു ചോദ്യമുണ്ട്. സോ കേരള ഫിഷറീസിൽ നിന്ന് അല്ലെങ്കിൽ കേരള മത്സ്യബന്ധനത്തിൽ നിന്ന് കേരള കോസ്റ്റൽ ടോപ്പോഗ്രഫി സംബന്ധിയായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഇനി കേരള കോസ്റ്റൽ ടോപ്പോഗ്രഫിയിൽ തന്നെ ലെങ്ത് ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് കേരള ഷോർ അല്ലെങ്കിൽ കേരള കോസ്റ്റ് ലൈൻ, എത്ര നീളമുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം വ്യാപിച്ച് കിടക്കുകയാണ് നമ്മുടെ കോസ്റ്റ് ലൈൻ, അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. കേരള മത്സ്യഫെഡിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ അവിടുത്തെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന സ്കീമുകളെ പറ്റി ചോദിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട പദ്ധതികൾ, പ്രോജക്ട്സ് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. മത്സ്യബന്ധന മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ കൊളാബറേഷൻസ് വരെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഫിഷിംഗ് പോർട്സ്, തീരദേശവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡീറ്റെയിൽഡ് സിലബസ് ഇവിടെ കിട്ടും. ഡീറ്റെയിൽഡ് സിലബസ് ഇല്ല, അതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ അതിലോട്ടാണ് ഞാൻ വരുന്നത്. ഡീറ്റെയിൽഡ് സിലബസ് ഇല്ലടെ. ഇത് ഇപ്പൊ ശരിക്കും ഒരു ഉദ്യോഗാർത്ഥി ടോപ്പേഴ്സിന്റെ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഡീറ്റെയിൽഡ് സിലബസ് സ്വയം അനലൈസ് ചെയ്ത് ഉണ്ടാക്കും. മനസ്സിലായില്ലേ? അവരുടെ പ്രിപ്പറേഷന്റെ പ്രത്യേകത എന്താണ്? ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എന്ന് പറയുന്നത് വളരെ ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള ടൂൾസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പരിപാടിയാണ് ആ ഒരു അവലോകനം, അനാലിസിസ് നടത്തുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇവിടാണ് നിങ്ങൾക്ക് KS മെന്റർ എന്നൊരു സ്ഥാപനത്തെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആശ്രയിക്കാൻ സാധിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ്, ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഷീറ്റ് ഉണ്ടല്ലോ, നമ്മൾ ചെയ്തിരിക്കുന്ന 500ഓളം ടോപ്പിക്സ്, അതായത് സിലബസിലെ 500ഓളം ടോപ്പിക്സ് നമ്മൾ ഈ രീതിയിൽ ഫ്രാഗ്മെന്റ് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് സബ്ജക്റ്റ്, ചാപ്റ്റർ, ടോപ്പിക്ക്, സബ് ടോപ്പിക്ക്, മൈക്രോ ടോപ്പിക് എന്നുള്ള ഒരു ബ്രേക്ക് ഡൗൺ നമുക്കുണ്ട്. അതായത് അല്ലാതെ ഒരു മാർക്കറ്റ് കൺവെൻഷനിൽ കുറേ ടോപ്പിക്സ് എടുത്ത് ക്ലാസ്സസ് നൽകി പോവല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തിട്ട് അതിനെ കൃത്യമായിട്ട് സിലബസിൽ മാപ്പ് ചെയ്ത്, സിലബസിൽ ഇപ്പം മത്സ്യബന്ധനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ തന്നെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സബ് ടോപ്പിക്സ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ മുൻ വർഷത്തെ ചോദ്യങ്ങളിൽ ചോദിച്ച ഈ ഭാഗങ്ങളും ഇനി ഈ ഭാഗത്തു നിന്ന് ഫ്യൂച്ചറിൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാമെന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മുടെ മൊഡ്യൂൾസ് ഡിവൈസ് ചെയ്യുന്നത്. സോ ഇതാണ് KS മെന്ററിന്റെ ക്ലാസ്സുകൾ. വളരെ ശാസ്ത്രീയമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു GPT എനേബിൾഡ് ആയിട്ടുള്ള ഹ്യൂമൻ ക്യൂറേറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധാനം നിങ്ങളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് ഏറ്റവും ക്വാളിറ്റി ക്ലാസ്സസ് ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടി വി ഹാവ് ഇൻ പ്ലേസ്. ഓക്കെ, സോ അപ്പം ഫിഷറീസ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇനി അതുപോലെ തന്നെ പവർ പ്രോജക്ട്സ്, കേരളത്തിലെ ഊർജ്ജോൽപാദനമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുടെ ഡയമെൻഷനാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇവിടെ ചോദിച്ചില്ലേ ഡീറ്റെയിൽഡ് സിലബസ് എന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കേരളത്തിലെ പവർ ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫറെന്റ് സോഴ്സസ് ഓഫ് പവർ ജനറേഷൻ, എങ്ങനെയൊക്കെയാണ് കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ഹൈഡൽ, തെർമൽ, വിൻഡ്, സോളാർ അല്ലേ? സോ ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനൂടെ കാണിച്ചു തരാം, നിങ്ങൾക്ക് കുറച്ചുകൂടെ ബോധ്യപ്പെടും. ഇനി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് ഇൻ കേരള, അതാണല്ലോ പ്രധാനപ്പെട്ട കേരളത്തിലെ വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സ്രോതസ് എന്ന് പറയുന്നത്. ജല അല്ലെങ്കിൽ അണക്കെട്ടുകളിൽ വെള്ളം തടഞ്ഞു നിർത്തി നമ്മൾ ടർബൈൻസ് കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണല്ലോ. അതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് ഇൻ കേരള. അതിന്റെ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അത് ഏത് നദീ തടവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഏത് റിവർ ബേസിനിൽ നിന്നാണ് ഈ പറയുന്ന ഈ ഒരു ഡാം ഇൻഫ്രാസ്ട്രക്ചർ നിലകൊള്ളുന്നത് അല്ലെങ്കിൽ പവർ ജനറേറ്റ് ചെയ്യുന്നത്, അത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. കേരളത്തിലെ ഡീസൽ പവർ പ്ലാന്റ്സിനെ പറ്റി ചോദ്യം വന്നിട്ടുണ്ട്. കേരളത്തിലെ വിവിധ പവർ പ്ലാന്റ്സുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ ഇൻസ്റ്റോൾഡ് കപ്പാസിറ്റി എത്രയാണ്, അതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അല്ലെ ജനറേറ്റിംഗ് കപ്പാസിറ്റി എത്രയാണെന്നുള്ളത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി മാത്രമല്ല KSEB ഒഴികെ KSEB അല്ലാതെ കേരളത്തിലെ പ്രൈവറ്റ് എൻറ്റിറ്റീസ് ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൈവറ്റ് എൻറ്റിറ്റീസ് എന്ന് പറയുമ്പോൾ KSEB അല്ലാത്തതെന്ന് പറയുമ്പോൾ ജനകീയ പങ്കാളിത്തത്തോടു കൂടി ഓൺ ചെയ്യുന്നതും വേറായിട്ട് പ്രൈവറ്റ് ആയിട്ട് ഓൺ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള പവർ പ്ലാന്റ്സ് ഏതൊക്കെയാണ്? സോ ഇങ്ങനെ ഡയമെൻഷൻസ് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ടോ? സിലബസിൽ വളരെ വേഗമായിട്ടാണ് ഒരു ടോപ്പിക്ക് പരാമർശിച്ചിട്ടുള്ളത്. ഈ രണ്ട് ഉദാഹരണം തന്നെ എടുക്കുക. സിലബസിൽ എന്ത് മാത്രമേ ഉള്ളൂ? മത്സ്യബന്ധനം എന്ന് മാത്രമേ ഉള്ളൂ. സിലബസിൽ എന്ത് മാത്രമേ ഉള്ളൂ? പവർ ജനറേഷൻ എന്ന് മാത്രമേ ഉള്ളൂ.
സോ ഇതിൻ്റെ അകത്ത് വർക്ക് ഇടണ്ടേ? വർക്ക് ഇട്ടാലല്ലേ ഇതിൽ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിപ്പിക്കണം, എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. സി ഇറ്റ് ഈസ് ഓൾ അബൌട്ട് പ്രാക്ടീസ്. ഓക്കെ, കുറെ ക്ലാസ് മാത്രം കിട്ടിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് കിട്ടിയ നോളജിനെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് എന്താവുള്ളൂ, നിങ്ങൾക്കത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ അത് ഉറക്കത്തുള്ളൂ. സോ അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. യു ക്യാൻ റിലേ ഓൺ ദാറ്റ്. അപ്പൊ നമുക്ക് നിങ്ങളിപ്പോൾ ഈ ഡയമെൻഷൻസ് കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചെന്ന് മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ? മനസ്സിലാവുന്നുണ്ട്. സോ നമുക്ക് ഇതിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ പെട്ടെന്ന് നോക്കാം. അപ്പൊ നിങ്ങളുടെ ഷോർട്ട് ടൈം മെമ്മറിയിൽ ഫിഷറി ഇപ്പൊ 2 ഏരിയ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. ഏതൊക്കെയാണ്? ഫിഷറീസും പവർ ജനറേഷൻ ഇൻ കേരളയും. സോ ഇതിന്റെ ഡയമെൻഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, എങ്ങനെയൊക്കെയാ ചോദ്യങ്ങൾ വന്നെന്നുള്ളത്. സോ അതുമായിട്ട് പൊരുത്തപ്പെടുന്ന രീതിയിലാണോ PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കാം. ശ്രദ്ധിച്ചേ, ഇത് കേരളത്തിലെ ഊർജോൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് കേരള PSC 2021-ലും 2022-ലും LDC പ്രിലിംസിലും മെയിൻസിലും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. കാറ്റഗറി നമ്പർ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻസിലൊന്ന് പെട്ടെന്ന് നോടിച്ചു നോക്കിയാൽ മതി. ഡോണ്ട് ബോദർ അബൌട്ട് ആൻസേഴ്സ്, ജസ്റ്റ് സീ ദ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നോക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് എന്താണ്? കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം അല്ലേ? നമ്മൾ അവിടെ മെൻഷൻ ചെയ്തില്ലേ, ഡിഫറെന്റ് സോഴ്സസ് ഓഫ് പവർ ജനറേഷൻ ഇൻ കേരള. അതിൻ്റെ അകത്ത് ഹൈഡൽ പറഞ്ഞിരുന്നു, തെർമൽ പറഞ്ഞിരുന്നു, സോളാർ പറഞ്ഞിരുന്നു അല്ലേ? ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വിൻഡ് അല്ലേ? കാറ്റാടി അല്ലേ? വിൻഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമ്മുടെ ഡയമെൻഷൻ്റെ അകത്ത് അത് വന്നില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? അണക്കെട്ടുകൾ ഹൈഡൽ പവർ പ്ലാന്റ്സ് നമ്മുടെ ഒരു ഡയമെൻഷൻ ആയിരുന്നു. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മറ്റൊരു ചോദ്യം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആ 48ാമത്തെ ചോദ്യം നോക്കേ, ജനപങ്കാളിത്തോടെ നിർമ്മിച്ച ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓക്കെ, KSEB ഒഴികെ KSEBയുടെ ഉടമസ്ഥതയിലല്ലാത്ത പ്രൈവറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലോ ഉള്ളതായിട്ടുള്ള ജലവൈദ്യുത പദ്ധതികൾ നമ്മുടെ ഡയമെൻഷനിൽ വരുന്ന കാര്യമാണ്. ഓക്കെ, സോ അതും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിൽ? KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്സ് നമ്മുടെ ഡയമെൻഷൻ ആയിരുന്നു എന്ത്? ഡീസൽ പവർ പ്ലാന്റ്സ് ഇൻ കേരള. ഇനി അടുത്തത്, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. അഗെയിൻ കണ്ടില്ലേ, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി, ഇൻസ്റ്റോൾഡ് കപ്പാസിറ്റി, ഓരോ പവർ പ്രോജക്ട്സിന്റെയും ഇൻസ്റ്റോൾഡ് കപ്പാസിറ്റി. സോ ലിറ്ററലി ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇത് ഞാൻ ചെറിയൊരു ടോപ്പിക് എടുത്തതാണ്. ആ ടോപ്പിക്കിനെ നമ്മൾ ഡെസിഫർ ചെയ്തു, ഡീകോഡ് ചെയ്തു, ടോപ്പിക്കായിട്ടും സബ് ടോപ്പിക്കായിട്ടും മൈക്രോ ടോപ്പിക്കായിട്ടും നമ്മൾ അതിനെ ഫ്രാഗ്മെന്റ് ചെയ്ത് ആ ഏരിയ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ക്ലാസ്സുകളുടെ ക്വാളിറ്റി എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ വന്ന് മാർക്കറ്റിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഒരു കൺവെൻഷൻ ഫോളോ ചെയ്ത് അങ്ങ് ക്ലാസ്സസ് ഡെലിവർ ചെയ്ത് പോവുകയല്ല ചെയ്യുന്നത്. കൃത്യമായിട്ടും ക്ലാസ്സിൽ എന്ത് പഠിപ്പിക്കണം, അത് സിലബസുമായിട്ട് ബന്ധപ്പെട്ട് സിലബസിൽ നാളിതുവരെ ചോദിച്ച ചോദ്യങ്ങൾ, ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, അത് കൃത്യമായിട്ട് ക്ലാസ്സിൽ ഫോളോ ചെയ്യുന്നുണ്ടോ, ക്ലാസ്സിൽ അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാനുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സംവിധാനം നമുക്കുണ്ട്. കേസ് മെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5-ൽ ഒരാൾക്ക് സർക്കാർ ജോലി എന്നുള്ളൊരു ക്യാപ്ഷൻ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. അത് വെറുതെ പറയുന്നതല്ല. കാരണം കേസ് മെൻഡറിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈ ഒരു റിസർച്ചാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഏതൊരു എക്സാം ആണെങ്കിലും അതിന്റെ അനലിറ്റിക്സിലോട്ടാണ് നമ്മൾ കൂടുതൽ നമ്മുടെ എഫേർട്ട് ഇടുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തിക്കായിട്ടുള്ള അല്ലെങ്കിൽ വേഗമായിട്ടുള്ള സിലബസിനെ ഡീകോഡ് ചെയ്ത് നിങ്ങളുടെ കൊക്കിന് ഒതുങ്ങുന്ന രീതിയിൽ വളരെ വളരെ തിന്നായിട്ടുള്ള ഒരു വേർഷൻ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രിലിംസ് ഇപ്പോൾ ഒരു എക്സാം, പ്രിലിംസ് മെയിൻസ് ഉള്ള എക്സാം ആണെങ്കിൽ ഒരിക്കലും ബണ്ടിൽ ചെയ്ത് വലിയൊരു സാധനം നിങ്ങൾക്ക് ഡെലിവർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സാവാൻ എന്താണോ ആവശ്യം അത് ഡെലിവർ ചെയ്താൽ പോരെ. എന്തിനാണ് ഒരു സബ്ജക്റ്റിന്റെ എല്ലാ ആസ്പെക്ട്സും നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യം എന്താണ്? അതിന്റെ ആവശ്യമില്ല. ആവശ്യം നിങ്ങൾക്ക് ആ പരീക്ഷ ഡിമാൻഡ് ചെയ്യുന്ന, സിലബസ് ഡിമാൻഡ് ചെയ്യുന്ന മുൻവർഷ ചോദ്യങ്ങളെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള പോർഷൻ മാത്രം ക്ലാസ്സിൽ ഡെലിവർ ചെയ്താൽ മതിയാവും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു മോട്ടോ. ഇതാണ് നമ്മുടെ ഒരു മോഡസ് ഓപ്പറാൻഡി. ഓക്കെ, ശ്രദ്ധിച്ചേ. ഇനി അടുത്തത്, ഇതെന്താണ്? ഇത് മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളാണ്. നോക്കേ, അതിൻ്റെ അകത്തുള്ള ഡയമെൻഷൻ സ്ലൈഡ് ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ഓർക്കുമെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ മനസ്സിൽ വരും. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ലാസ്റ്റിലത്തെ ഒരു പോയിന്റ് ആയിരുന്നു. നിങ്ങൾ ഓർക്കുന്നോന്ന് അറിയില്ല. എന്തായിരുന്നു? മേജർ ഫിഷിംഗ് പോർട്സ് ആൻഡ് ഹാർബേഴ്സ് ഇൻ കേരള അല്ലെ? സോ ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയോ? ആൻസർ അറിയാവുന്നവരൊന്ന് റെസ്പോണ്ട് ചെയ്തേ. ചേറ്റുവ എവിടെയാണ്? ഇവിടെ തൃശ്ശൂർക്കാരും
ലൈവ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ചേറ്റു എവിടാണ്? ശ്രീനാഥ്, തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾക്കറിയാം കേരള പി എസ് സി ഒരു 2020 ശേഷം നിങ്ങൾക്ക് റെഡിൽ എഴുതിയാൽ കാണാൻ പറ്റുമോ? 2020 ശേഷം കേരള PSC പരീക്ഷാ നടത്തിപ്പിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് 2 ടയർ എക്സാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പ്രിലിംസ് എന്നും മെയിൻസ് എന്നും ഒക്കെ ഉള്ള രീതിയിൽ ഒരു എലിമിനേഷൻ, 2 ടയർ ഓഫ് എലിമിനേഷൻ അവർ കൊണ്ടുവന്നു. നൗ ദാറ്റ് അവർ LDC എക്സാംസിൽ ആ 2 ടയർ എന്നുള്ള സിസ്റ്റം മാറ്റിയിട്ട് ഒറ്റ എക്സാമേ ഉള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് പ്രധാനമായിട്ടും കേരള PSC ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഒരു റാഷണൽ എന്താണെന്ന് മനസ്സിലാക്കണം. സർവീസിലേക്ക്, ഗവൺമെൻറ് സർവീസിലേക്ക്, സർക്കാർ സർവീസിലേക്ക് ക്വാളിറ്റി ഉള്ള ആൾക്കാരെ ഇൻഡക്റ്റ് ചെയ്യുക, പേഴ്സണൽസിനെ ഇൻഡക്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ക്വാളിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്തേക്കുക. അതായത് ഒരു പ്രീവിയസ് അല്ലെങ്കിൽ മുന്നേ ഉള്ള രീതി എന്താ, ആളുകൾ ബ്ലാക്ക് പെൻ പ്ലീസ് ഓക്കെ, മുന്നത്തെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ റാങ്ക് ഫയലുകൾ എടുത്തിട്ട് റാങ്ക് ഫയൽ അധിഷ്ഠിതമായിട്ട് അതിനെ മക്കപ്പ് ചെയ്ത് ഒരു റോട്ട് ലേണിംഗ് ആയിരുന്നു പലരും ഒരു സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ അനുവർത്തിച്ചിരുന്ന ഒരു മാർഗം. ഇപ്പം കുറച്ച് ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്വാളിഫിക്കേഷൻ കൂടിയ ആൾക്കാരൊക്കെ ഒരു പക്ഷേ LDC പരീക്ഷയോടോ അല്ലെങ്കിൽ PSC പരീക്ഷയോടോ ഒരു വിമുഖത കാട്ടിയതിൻ്റെ കാരണം പോലും വിൽ LDC എക്സാംസ് ബി കണ്ടക്റ്റഡ് ഇൻ ഇംഗ്ലീഷ് ഓൾസോ ഓർ ഇൻ മലയാളം. എടാ LDC എക്സാം മലയാളത്തിലാണ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അത് വലിയൊരു പ്രശ്നമാണോന്ന് ചോദിച്ചാൽ പ്രശ്നമൊന്നുമല്ല. ഇപ്പം ഉദാഹരണത്തിന് സയൻസ് സബ്ജക്റ്റുകൾ, എക്കണോമിക്സ്, ഇതിലൊക്കെ വരുമ്പം ഇതിൻ്റെ സാങ്കേതിക പദങ്ങൾ കുറച്ച് നിങ്ങൾ മലയാളത്തിലും കൂടെ അറിഞ്ഞിരിക്കണം. ദാറ്റ് വി ക്യാൻ മാനേജ്. അതിനാണല്ലോ നിങ്ങളൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ആശ്രയിക്കുന്നത്. നിങ്ങളുടെ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയല്ലേ നിങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുന്നത്, അല്ലെ KS മണ്ഡലിലേക്ക് നിങ്ങൾ എത്തുന്നത്. സോ ലീവ് ഇറ്റ് ടു അസ്. അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. നമുക്ക് ആനയെ കിട്ടിയാൽ പിന്നെ തോട്ട് കിട്ടാനാണോ പാട്? ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് പറയുന്ന കേട്ടോ, നിങ്ങൾ പേടിക്കാൻ നിൽക്കേണ്ട. ഇവിടെ ക്ലാസ്സുകളൊക്കെ വളരെ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്. നിങ്ങൾ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഡ്രിപ്പ് ഇറിഗേഷൻ ഇസ്രായേൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് അവിടുത്തെ കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയ ഒരു വിപ്ലവമാണ് ഈ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി. കാരണം നിങ്ങൾക്കറിയാം ഇസ്രായേൽ ഇപ്പം വാർത്തയിൽ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ് അല്ലേ, നമ്മുടെ പലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഒരു മരുഭൂമിയാണ്. സോ അവിടെ ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ പച്ചക്കറികൾ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിച്ച് പല രാജ്യങ്ങളിലേക്കും അത് അവർ കയറ്റി, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് അവരുടെ മരുഭൂമികൾ ഫലഭൂയിഷ്ടമായ പ്രൊഡക്റ്റീവായിട്ടുള്ള ഫാം ലാൻഡ്സ് ആയിട്ട് അവർ മാറ്റിയത്? വെള്ളത്തിൻ്റെ ലഭ്യത അവർക്കില്ല. അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് ഒരു വിളയ്ക്ക് അല്ലെങ്കിൽ ഒരു ക്രോപ്പിന് വളരാൻ ആവശ്യമായ വെള്ളം എത്ര ആണോ അത് കൃത്യമായിട്ട് ഓരോ ക്രോപ്പിനും കൊടുക്കുന്ന വളരെ ശാസ്ത്രീയമായിട്ടൊരു ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡ് അവർ ഡിവൈസ് ചെയ്തു. അവർ കൈൻഡ് ഓഫ് നടപ്പിലാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ഈ ചെടിക്കും കൃഷിയിടത്തിലും ഒക്കെ വെള്ളം ഒഴിക്കുന്നത്? ചറപറ വെള്ളം ഒഴിച്ച് പോകുന്ന രീതിയിൽ അങ്ങനല്ല. ഒരു ചെടിക്ക് 10 ml വെള്ളം മതി ഒരു ദിവസത്തേക്ക്. നമ്മൾ ലിറ്റർ കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അത്രയൊന്നും വെള്ളം ഒഴിക്കണ്ട. അവർ ആ ഒരു ചെടിയുടെ റിക്വയർമെന്റ് എന്താണോ അത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു ഇറിഗേഷൻ ഫെസിലിറ്റി ശാസ്ത്രീയമായിട്ട് ചെയ്തു. നിങ്ങളും അങ്ങനെയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇവിടെ കിട്ടും. അത് മതി നിങ്ങൾക്ക് സർക്കാർ സർവീസിലെത്താൻ. LDC ക്ലിയർ ചെയ്യണോ, നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ വരണോ, നിങ്ങൾക്ക് ജോലി അഡ്വൈസിൽ ആദ്യത്തെ അഡ്വൈസ് നിങ്ങൾക്ക് കിട്ടണോ, റിലൈ ഓൺ us. ഓക്കെ, ദിസ് ഈസ് മൈ വേർഡ്. ശ്രദ്ധിച്ചേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പെട്ടെന്നൊന്ന് നോക്കേ. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം എവിടെയാണ്? മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല, കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? കേരള മത്സ്യഫെഡിന്റെ ആസ്ഥാനം കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇൻഡോ നോർവീജിയൻ. ശ്രദ്ധിച്ചില്ല, ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ്. ഓക്കെ, സോ നിങ്ങളുടെ ഇവിടെ ഒരാൾ ആവശ്യപ്പെട്ട പോലെ ഡീറ്റെയിൽഡ് സിലബസ് മാത്രമല്ല 10-20,000-ത്തിലധികം ചോദ്യങ്ങൾ അടങ്ങിയ റിപ്പോസിറ്ററി നമ്മുടെ കയ്യിലുണ്ട്. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അത് കൂടത്തേ ഉള്ളൂ. അതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഡെയിലി ബേസിസിൽ. സോ ഇത് വെച്ചിട്ട് കൃത്യമായ സിലബസിനെ മാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്, പ്രാക്ടീസ് ടെസ്റ്റ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഞങ്ങൾ ഇവിടെ വന്നു ജോയിൻ ചെയ്തു, എന്തുകൊണ്ട് ഞങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടവില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന രീതിയിൽ അക്കൗണ്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് LDCക്ക് പ്രിപ്പയർ ചെയ്യണോ? ചൂസ് KS മെന്റർ. ഓക്കെ, ശ്രുതി കം. ഓക്കെ, സോ ഹാരിസ്, ശരിക്കും നമ്മൾ ഇങ്ങനെ ഒരു സയന്റിഫിക് പ്രിപ്പറേഷൻ കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെയാണല്ലേ നമ്മളുടെ സ്റ്റുഡൻസിന് നല്ലൊരു റിസൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതിന് ഉദാഹരണം തന്നെ നമ്മുടെ KS ഫസ്റ്റ് വന്നപ്പോൾ ശരിക്കും KS
2019 KS പ്രിലിംസ് എക്സാം നടക്കുന്നതിന് മുന്നേ, ഇപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 2018 തൊട്ട് ഇവിടമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു അധ്യാപകനാണ്. അന്ന് KSന്റെ സിലബസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളത് ഫോർകാസ്റ്റ് ചെയ്തു, ഇതായിരിക്കും KSന്റെ സിലബസ് എന്ന് നമ്മൾ ഫോർസീ ചെയ്ത് ഒരു സിലബസ് ഉണ്ടാക്കി അതിനെ മൊഡ്യൂൾസും മൈക്രോ മൊഡ്യൂൾസും ആയിട്ട് തീർത്ത് നമ്മൾ അതാണ് ക്ലാസ്സിൽ ഡെലിവർ ചെയ്തത്. അന്ന് നമ്മുടെ കയ്യിൽ ആശ്രയിക്കാൻ ആകെ ഒരു UPSC സിലബസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് കേരള PSC KSന്റെ സിലബസ് ഇഷ്യൂ ചെയ്തത്. കാരണം നമ്മൾ എന്തൊക്കെയാണോ പ്രഡിക്റ്റ് ചെയ്ത് അതിനോട് ഏകദേശം എന്താ പറയണ്ടത് ഒരു 95% എബോവ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത ഏരിയാസ് സിലബസിൽ വന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ തന്നെ നിങ്ങൾ പലരും ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കുക LDC ആയിട്ട് ബന്ധപ്പെട്ട് ഒറ്റ എക്സാം ആയപ്പോൾ സിലബസ് എന്താണ്. സിലബസ് നിങ്ങൾ മനസ്സിലാക്കുക, പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ഒരു റൈറ്റ് സിനർജിയിലായിരിക്കും സിലബസ് വരാൻ പോകുന്നത്. സോ പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ഒറിജിനൽ ക്വസ്റ്റ്യൻസ് നമ്മൾ സിലബസ് ഡീകോഡ് ചെയ്ത് വി ബിൽട്ട് എ റെപ്പോസിറ്ററി. അതിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് ഈ നേരത്തെ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞൊരു സംഗതി ഓർത്തിരിക്കുക. നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിൾ ചെയ്യുക എന്താണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്നുള്ളത്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. ഓക്കെ, സോ നിങ്ങൾക്ക് ആവശ്യമുള്ള കൃത്യമായിട്ട് ഡെലിവർ ചെയ്യാൻ ഞങ്ങൾ സജ്ജരാണ്. ഓക്കെ, അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു അനാലിസിസ് നടത്തുന്ന അതിന്റെ റിസൾട്ടിന്റെ മറ്റൊരു സംഭവം കൂടെ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് മാത്രമല്ല, നമ്മുടെ അടുത്തെത്തുന്ന ഒരു സ്റ്റുഡന്റിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. ആദ്യ ആൾ ഇവിടെ എത്തുമ്പോൾ ഭയങ്കര ഫയറാ എല്ലാവർക്കും, കുറച്ച് കഴിയുമ്പോൾ പതിയെ പതിയെ പല ആളുകളും അങ്ങ് പുറകോട്ട്. പക്ഷെ അങ്ങനെ പുറകോട്ട് പോകും നമ്മുടെ ഒരു സ്റ്റുഡന്റിനെ നമ്മൾ സമ്മതിക്കത്തില്ല. അവർക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിപ്പ് നമ്മുടെ കയ്യിലല്ലേ. ഇവിടെ വരുന്ന അധ്യാപകരാണെങ്കിലും കുട്ടികളാണെങ്കിലും അധ്യാപകർ എന്ത് പഠിപ്പിക്കണമെന്നുള്ളതും കുട്ടികളെ എന്ത് പഠിച്ചു എന്നുള്ളതും കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ നമുക്ക് ഇവിടെ ഒരു മെത്തേഡ് ഉണ്ട്. ദാറ്റ് ഈസ് വൈ വി ആർ ഡിഫറെന്റ്. ഓക്കെ, സോ അതെന്താണെന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഇവരുടെ ഒരു സെൽഫ് ലേണിംഗ് കൃത്യമായിട്ട് പറഞ്ഞു, ഈ സീരിയസ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഇവിടെ വരുന്നത്. അവർക്ക് കിട്ടണം. ഈ വന്നിരിക്കുന്ന ഓരോരുത്തരും ആ ഒരു ആസ്പിറേഷനോട് കൂടി വന്നിരിക്കുന്നവരാണ്. അപ്പം അവർക്ക് ആ റാങ്ക് നേടിക്കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങളുടെ വ്രതമായിട്ട് എടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതിനോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞു റിവിഷന്റെ ഇമ്പോർട്ടൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നല്ല ടെസ്റ്റുകൾ ചെയ്യാം. വെറുതെ കുറെ സംഭവം കേട്ടിട്ട് കാര്യമില്ല. PSC ചോദിക്കാൻ പോകുന്ന ക്വാളിറ്റിയിലുള്ള ടെസ്റ്റ് വേണം. അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ തൊട്ട് കോൺസെപ്റ്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരെ പല ലെവൽ ഓഫ് ഡിഫിക്കൽറ്റിയിൽ നമ്മൾ ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബാച്ചിൽ ശരിക്കും നമ്മൾ വീക്ക്ലി ടെസ്റ്റുകളുണ്ട്. ഡെയിലി അവർക്ക് ആപ്പിൽ ക്യൂസ് ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ വീക്ക്ലി ടെസ്റ്റുകൾ വരും, മന്ത്ലി ടെസ്റ്റ് ഉണ്ട്. ഇനി ഇതെല്ലാം കൂടാതെ കറണ്ട് അഫയേഴ്സിന് വേണ്ടി ഒരു മാസം 2 ടെസ്റ്റ് വീതമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഈ ഒരു 6 മാസം കൊണ്ട് ഒരു 5000-6000 ക്വസ്റ്റ്യൻസ് അവർ ചെയ്യും. പിന്നെ ഒപ്പം ടെസ്റ്റ് സീരീസും വരുന്നുണ്ട്. അപ്പൊ ഇത്രയും സംഭവങ്ങൾ ഇത്രയും വാസ്റ്റ് ആയിട്ടൊരു സിലബസ് കവർ ചെയ്യാനായിട്ട് എടുക്കേണ്ട ഏറ്റവും കറക്റ്റ് സ്ട്രാറ്റജി ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് അത് സ്വയം ചെയ്യാനുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു അനലിറ്റിക്സും നല്ല എമൗണ്ട് ഓഫ് ക്ലർക്കൽ വർക്കും ഒക്കെ വരും. അത് നമ്മൾ പെയിൻസ്റ്റേക്ക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. വളരെ പെയിൻസ്റ്റേക്കിംഗ് ആയിട്ട് ഈ വർക്ക് ഞങ്ങൾ ഇടുന്നുണ്ട്. സോ നിങ്ങളുടെ വർക്ക് ലോഡ് കൺസിഡറബിൾ ആയിട്ട് കുറയ്ക്കാൻ നമുക്കാവും. ഇത് വെറുതെ എന്താ പറയണ്ട ഒരു വെബിനാറിന്റെ ഒരു ഓളത്തിൽ പറയുന്ന കാര്യമല്ല. ദിസ് ഈസ് സംതിങ് വിച്ച് യു ഹാവ് ടു കം ആൻഡ് എക്സ്പീരിയൻസ്. ഓക്കെ, അതിൽ ഇപ്പോൾ ഒരാൾ ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റഡി പ്ലാൻ റെഡിയാക്കി തരുമോ എന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു നമുക്കത് ചെയ്യാൻ പറ്റും. ഒരു ലൈവ് നിങ്ങൾക്ക് വേണ്ടി ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഒരു സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് LDC പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അത് താമസിയാതെ തന്നെ നിങ്ങൾക്ക് ഒരു 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ മറ്റ് എന്തെങ്കിലും പിന്നെ ഒരാൾ PG ശരിക്കും പറ്റുമോ എന്നുള്ളത് ശരിക്കും ഒരു അപ്പർ ക്വാളിഫിക്കേഷൻ ഇന്ന വരെ പറ്റൂ എന്ന രീതിയിൽ LDCയിൽ പറഞ്ഞിട്ടില്ല. 10th തൊട്ട് മേലോട്ടുള്ളവർക്ക് എഴുതാം എന്നുള്ളതാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനകത്ത് കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് LGSന് മാത്രമേ ഉള്ളൂ ബിരുദം പാടില്ല എന്നുള്ളൊരു പ്രശ്നം. ബാക്കി എല്ലാ PSC എക്സാംസിലും ആർക്കും എഴുതാം. മറ്റെന്തെങ്കിലും കാര്യം കൂടെ അറിയാനായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാച്ചിനെ കുറിച്ചാണ് കൂടുതലായിട്ട് അറിയേണ്ടത്. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഗൂഗിൾ ഫോം ഇടുന്നുണ്ടാകും, അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാനൊരു ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് തോന്നുന്നു. അപ്പൊ ഈ ഫോൺ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ഷെയർ ചെയ്തിട്ടുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താലും മതിയായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇപ്പം വളരെ പരിമിതമായ സമയമാണ് വെബിനാറിൽ കിട്ടിയത്. നമുക്ക് വളരെ വലിയൊരു യൂട്യൂബ് പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള സ്ട്രാറ്റജി വീഡിയോസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളത് കമന്റ് ആയിട്ട് നമ്മുടെ യൂട്യൂബിൽ ചെല്ലുക. യൂട്യൂബിൽ ചെന്നിട്ട് KS മെന്റർ എന്നൊരു വലിയ ചാനൽ നമുക്കുണ്ട്. ആ KS മെന്റർ എന്നുള്ള ചാനൽ ആക്ച്വലി ഡിഗ്രി തൊട്ട് മുകളിലോട്ടുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പം 8ാം ക്ലാസ് തൊട്ട് 12th ലെവൽ വരെയുള്ള എക്സാംസിന് വേണ്ടി നമ്മൾ
PSI മെന്റർ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിന്റെ ഏതെങ്കിലും ലേറ്റസ്റ്റ് റീസെന്റ് ആയിട്ടുള്ള വീഡിയോസിൽ വന്നിട്ട് ഞാൻ ഇപ്പോൾ ഇട്ട ക്വയറി എന്താണ്, നിങ്ങൾക്ക് വീഡിയോസ് ഫർദർ ആയിട്ട് വേണം, സ്ട്രാറ്റജിക് വീഡിയോസ് വേണം, ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ചെയ്ത മെത്തേഡിൽ കൂടുതൽ വീഡിയോസ് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെല്ലുക, കമന്റ് ചെയ്യുക. ക്ലാസ്സസ് ഓൺലൈൻ ആണോ? തീർച്ചയായിട്ടും ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. കാരണം എല്ലാവർക്കും നമ്മൾ ഈ പറഞ്ഞല്ലോ LDC എന്ന് പറയുന്ന എല്ലാവരും സാധാരണക്കാർ എഴുതുന്നതാണ്. അവർക്ക് ഒരു നിശ്ചിത സമയം വെച്ച് പഠിക്കാന്ന് പറയുന്നത് പറ്റില്ല. ഓൺലൈൻ ആയിട്ടാണ് ക്ലാസ്സസ്. ബുക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ക്ലാസ്, ആ ക്ലാസിന്റെ അന്ന് ആ ഭാഗത്ത് നിന്ന് കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അന്ന് ക്ലാസ്സിൽ ഡെലിവറി ചെയ്ത കണ്ടന്റ്, ഇത്രയും കാര്യങ്ങൾ ആ ക്ലാസിന്റെ അന്ന് തന്നെ നിങ്ങൾക്ക് ഹാൻഡ് ഔട്ട് ആയിട്ട് തരും. അതായത് നിങ്ങൾക്ക് ലെക്ചർ നോട്ട് എഴുതിയെടുക്കുക, അതിനൊപ്പം തന്നെ ക്ലാസ് നടക്കുന്നതിനോടൊപ്പം തന്നെ അന്ന് നിങ്ങൾക്ക് PDF തരും. അതിന്റെ അകത്ത് ആ ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ക്ലാസ്സിനൊപ്പം ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും കേട്ടോ. ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിന്റെ കൂടെ തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ 2020 ശേഷം ഇങ്ങോട്ടേക്കുള്ള 10th ലെവൽ ക്വസ്റ്റ്യൻസ്, അതിന്റെ പ്രിലിംസും മെയിൻസും രണ്ടും നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ. അതെല്ലാം നോക്കാവുന്നതാണ്. ഞാൻ എന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. പഠിക്കാൻ കഴിവുള്ളവരൊക്കെ അങ്ങ് പഠിക്കും എന്നുള്ളത് ഒരു ക്ലീഷേ ഡയലോഗാ. പഠിക്കാൻ കഴിവുള്ള ആൾക്കാരെ കൃത്യമായി ട്രെയിൻ ചെയ്ത ശേഷം അവരെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റിസൾട്ടിലെത്തും. ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു രീതി. ഓക്കെ, അല്ലാതെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള മുൻവിധികളൊന്നും നമുക്കില്ല. നിങ്ങൾക്ക് കൃത്യമായ ഒരു ടോപ്പിക്കിൽ ട്രെയിനിങ് തരും. ആ ട്രെയിനിങ് തന്ന ശേഷം ആ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. ഇതാണ് നമ്മളിവിടെ അനുവർത്തിക്കുന്ന രീതി. ഓരോ ക്ലാസ്സിലും ഓരോ സബ്ജക്റ്റിലും സബ്ജക്ട് വൈസ് ആയിട്ട് ഈ രീതിയായിരിക്കും. നിങ്ങൾക്ക് ഓരോ ഫുൾ ആയിട്ടൊരു നോട്ടല്ല നിങ്ങൾക്ക് തരുന്നത്, ഓരോ ക്ലാസിന്റെ ശേഷമുള്ള നോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഹാൻഡ് ഔട്ട് ആയിട്ടോ അല്ലെങ്കിൽ PDF ആയിട്ടോ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ജസീല, ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾക്ക് ഫീ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ലിങ്ക് നിങ്ങൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. ഫീസിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങളെ വിളിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അത് പറഞ്ഞപ്പോഴാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻസിന്റെ സമയമായിരിക്കുകയാണ്. അപ്പൊ എല്ലാരും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞ ഒരു തീ ഉണ്ടല്ലോ, അതങ്ങനെ നിലനിർത്താനുള്ള ഒരു സമയം കൂടിയാണ്. റെസൊല്യൂഷൻ എടുക്കുക, റാങ്ക് നേടും. റാങ്ക് നേടുക എന്നുള്ളത് അഡ്വൈസ് കിട്ടാനുള്ള റാങ്ക് നേടും എന്നുള്ളത്. സാർ, ഇപ്പോ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ന്യൂ ഇയർ സംഭവം നമ്മൾ കൊടുക്കുന്നുണ്ടോ? അതായത് ഈ വെബിനാർ അറ്റൻഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ January 1 മുന്നേ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഫീസ് ചെയ്യുന്ന ഒരു 1000 rupees നിങ്ങൾക്ക് ഫീ വേവർ ആയിട്ട് ഒരു ഡിസ്കൗണ്ട് ആയിട്ട് തരുന്നതായിരിക്കും. സോ മേക്ക് മോസ്റ്റ് ഓഫ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ആസ് വെൽ. സോ അപ്പൊ നമുക്ക് സ്റ്റഡി പ്ലാനുമായിട്ട് ഉടനെ തന്നെ കാണാം. യൂട്യൂബ് ക്ലാസ് കൊണ്ട് മാത്രം പഠിക്കാന്ന് വെച്ചാൽ ഞാനിപ്പോ ഒരു രണ്ട് ഏരിയ കാണിച്ചില്ലേ, ഇതുപോലെ നിങ്ങൾക്ക് എത്ര ടോപ്പിക് ഉണ്ടോന്ന് അറിയാവോ? വി ഹാവ് 500+ ടോപ്പിക്സ്. ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് സബ്ജക്ട് ടോപ്പിക് ഡീകോഡ് ചെയ്ത്, അതായത് സിലബസ് ഡീകോഡ് ചെയ്ത് ടോപ്പിക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, എണ്ണം എടുക്കുകയാണെങ്കിൽ 500-ലധികം ടോപ്പിക് നമുക്ക് വരും, പ്രിലിംസിലും മെയിൻസിലും കൂടെ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് കേരള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയയിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള മത്സ്യബന്ധനം, പവർ ജനറേഷനും, അതിൽ തന്നെ 5, 6, 11 ടോപ്പിക്സ് വന്നു. സോ ഇതുപോലെ മൊത്തം നിങ്ങളുടെ LDC വേരിയസിന്റെ ഒരു കൺസോളിഡേറ്റഡ് സിലബസ് വരികയാണെങ്കിൽ, നമ്മളിപ്പോൾ പ്രിലിംസും മെയിൻസും കൂടെ ചെയ്തപ്പോൾ തന്നെ ഇറ്റ് എക്സീഡഡ് 700+, 700-ലധികം ടോപ്പിക്ക് വന്നു. അത് കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 15% ടോളറൻസ് എടുക്കാം. എന്നാലും 500-ലധികം ടോപ്പിക്ക് വിവിധ സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മീൻസ് അതിന്റെ ഒരു ആ കരിക്കുലം വെച്ചിട്ടാണ് നമ്മളിവിടെ ക്ലാസ് ഡെലിവർ ചെയ്യുന്നത്, നിങ്ങൾ പഠിക്കേണ്ടത്. സോ അത്രയും കൂടെ യൂട്യൂബില് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ജസീല കുറെ നേരമായിട്ട് ചോദിക്കുന്നുണ്ട്. ജസീല, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നിങ്ങൾ ശരിക്കും ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്പറിൽ നാളെ തന്നെ ഒന്ന് വിളിച്ചാൽ മതി. നമ്മൾ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, ഫീസിന്റെ ഡീറ്റെയിൽസ്, ബാച്ചിന്റെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവിടെ പറയുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡിസ്കൗണ്ട് കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ കൂടെ നമുക്ക് ഇതിനോടൊപ്പം പറയാല്ലേ. അപ്പൊ അങ്ങനെയുണ്ട്. സോ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. നന്നായിട്ട് പഠിക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 അല്ലെ, പാവങ്ങളുടെ സിവിൽ സർവീസ് എന്നൊക്കെ. അങ്ങനെ പാവങ്ങളുടെ ഒന്നും അല്ല, സിവിൽ സർവീസ് തന്നെ ആണ്. ഓക്കെ, കാരണം എന്തോ വലിയ കരിയർ ഓപ്പർച്യൂണിറ്റിയാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലൊക്കെയാണ് നിങ്ങൾ ഒരു LD ക്ലർക്കായിട്ട് കയറുന്നെങ്കിൽ നിങ്ങൾ റിട്ടയർ ചെയ്യുന്നത് ചിലപ്പം ഡെപ്യൂട്ടി കളക്ടർ ആയിട്ടായിരിക്കും. ഓക്കെ, സോ ആ ഒരു ന്യൂ റെസൊല്യൂഷൻ നിങ്ങൾ എല്ലാവരും എടുക്കുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. സോ നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, അപ്പോ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് എന്തായാലും നിങ്ങൾ വിളിക്കുക. നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നമ്മൾ കൂടെ ഉണ്ടാകും.